ഞാനാണെങ്കിൽ ഇന്നത്തെ 24 hours നോ വാട്ടർ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. 7:45 കേട്ടോ, 7:45 വെള്ളം കുടിക്കാത്തതിന്റെ നല്ല പ്രശ്നങ്ങളും വയറുവേദന അങ്ങനെ സംഭവങ്ങളായിട്ടുണ്ട്. ദിവസവും വെള്ളം കുടിക്കലോ സ്വഭാവമില്ലല്ലോ. ഇപ്പം വരുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കാത്തതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചലഞ്ച് നീ എടുത്തു കഴിഞ്ഞാൽ നിനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനാണെങ്കിൽ ഇന്നത്തെ 24 hours നോ വാട്ടർ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നത്തെ 24 മണിക്കൂറും ഞാൻ വെള്ളം തൊടുന്നതല്ല. അപ്പോൾ എനിക്ക് ഇത് കൂട്ട് ചലഞ്ച് ഇനിയും ചെയ്യാനുള്ള ധൈര്യം തരുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങൾ നൽകുന്ന ഒരു സപ്പോർട്ടിനാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ 8 മണിക്കാണ് ചലഞ്ച് തുടങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇനി നമുക്ക് 10 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്ക് TV കാണാമെന്ന് പറഞ്ഞൊരു ബോധം ഉദിച്ചത്. അതുകൊണ്ട് ആദ്യമേയൊക്കെ ഞാൻ ഇരുന്ന് TV കണ്ടു. പിന്നീട് ഇരുന്ന് കാണലും എടുത്തപ്പോൾ പിന്നെ ഞാൻ കിടന്നുകൊണ്ടാണ് TV കണ്ടത്. അടുത്തത് TV കണ്ട് ഞാൻ മടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഫോൺ നോക്കാനായിട്ട് നോക്കിപ്പോയി. ഇനി നമുക്ക് എല്ലാവരുടെ അടുത്തും ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചലഞ്ച് ഞാൻ ചെയ്യണേ പറ്റിയിട്ടുള്ള അഭിപ്രായം നമ്മുടെ വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കാട്ടോ. ആദ്യമേ തന്നെ നമുക്ക് അമ്മയുടെ കയ്യിലുള്ള പൂച്ചയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. കുഞ്ഞാ, ഞാൻ ഈ ചലഞ്ച് ചെയ്യണേ പറ്റിയുള്ള അഭിപ്രായം എന്നാ? പൂച്ചയുടെ അടുത്ത് നമുക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. ഒരു ദിവസം ഒരു മനുഷ്യന് 3 ലിറ്റർ വെള്ളം ആവശ്യമാണ്. ഈ ചലഞ്ച് നീ എടുത്തു കഴിഞ്ഞാൽ നിനക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ അടുത്തും ഈ ചലഞ്ചിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു. പക്ഷെ എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തന്നില്ല. ആ ഒരു ചലഞ്ചിനെ പറ്റിയുള്ള അമ്മയുടെ അഭിപ്രായം ഈ ദിവസവും വെള്ളം കുടിക്കുന്ന സ്വഭാവമില്ലല്ലോ. ഇന്ന് ചലഞ്ചാണ്. അല്ലാത്തപ്പോൾ എന്തെങ്കിലും ചായയൊക്കെ കുടിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് ഒന്നും കുടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സർവൈവ് ചെയ്യുമോ? അപ്പം നമ്മുടെ സമയമാണെങ്കിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ 8 മണി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് രാവിലെ ഭക്ഷണം കൊണ്ട് അമ്മമ്മ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാണെന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ രാവിലത്തെ ഭക്ഷണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പവും അതുപോലെ തന്നെ മുട്ട റോസ്റ്റുമാണ്. ഞാൻ ആദ്യമേ മുട്ടക്കറിയാണ് ഉദ്ദേശിച്ചതെങ്കിലും മുട്ടക്കറിയിൽ ചാറ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ മുട്ട റോസ്റ്റാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ നേരെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലും അപ്പം ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനുള്ള തോന്നലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രാവിലത്തെ ഭക്ഷണം അങ്ങനെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഉച്ചയാവണം. അതുകൊണ്ട് തന്നെ സമയം കളയാൻ വേണ്ടി ഞാൻ വീടിന്റെ ഉള്ളിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാണെങ്കിൽ ഈ വീടിന്റെ ചുറ്റും ഇങ്ങനെ നടക്കണം കണ്ടിട്ട് അമ്മയ്ക്കാണെങ്കിൽ വിഷമം തോന്നി ചക്ക വെട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് ഓരോരോ ചക്ക കഷ്ണം ഇങ്ങനെ എടുത്ത് കഴിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് 12 മണി ആകുമ്പോഴത്തേക്ക് നമ്മള് മരണമാസമാണ് നമ്മൾ രണ്ടുപേരും മരണമാസമാണ് വന്നല്ലേ. അപ്പൊ നമുക്ക് നേരെ പോയി മരണമാസം കാണാം ഗൈസ്. ഇപ്പൊ നിങ്ങൾ സമയം നോക്കിയാൽ 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ നേരെ ചോറുണ്ണാൻ പോവാണേ. നമ്മുടെ ചോറിന് കറി നോക്കി കഴിഞ്ഞാൽ ചോറ്, പോർക്ക് ഫ്രൈ, അതുപോലെ തന്നെ കണ്ണിമാങ്ങ അച്ചാറിന്റെ ഇത്തിരി ഗ്രേവിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഉച്ചക്കത്തെ ചോറിനായിട്ട് കറി വന്നിരിക്കുന്നത്. അപ്പൊ നേരെ നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കാട്ടോ. അപ്പോൾ ഇത്ര നേരം രാവിലെ ഞാൻ പറഞ്ഞല്ലോ അപ്പം കഴിച്ചിട്ട് വെള്ളം കുടിക്കാത്തതിന്റെ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചോറിനിട്ടിട്ട് എങ്ങനെയാവും അറിയില്ല. എന്താ നമുക്ക് ആദ്യം ചോറിനാം. അപ്പൊ ഇപ്പൊ സമയം കാറിലൊക്കെ നിങ്ങളാണല്ലോ 2 മണി ആയിട്ട് എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കാതെ എന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോവാൻ കേട്ടോ. ഞാൻ ഉറങ്ങാൻ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണാമോ. അമ്മയാണെങ്കിൽ ഇവിടെ നിന്ന് മോരും വെള്ളം കുടിക്കണോ, എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ ഇത് അയക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങളെ സമയം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ 6 മണി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഉറക്കം കഴിഞ്ഞ് എണീറ്റത്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഷോർട്സിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. പിന്നെ വെള്ളം കുടിക്കാത്തതിന്റെ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ക്ഷീണം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇനിയും നമുക്ക് സമയം പോകേണ്ടതായിട്ടുണ്ട്. നാളെ 8 മണി ആകുമ്പോഴാണ് നമ്മുടെ ഈ ചലഞ്ച് തീരുകയുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണം. എന്തായാലും എനിക്കൊണ്ട് 12 മണിക്കൂറിനൊക്കെ മുകളിൽ ഇനിയും സമയം അവശേഷിക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പൊ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഉറങ്ങാൻ പോകണം. ഇപ്പൊ സമയം 10-10:30 ആയിട്ടുണ്ട്. നേരെ നമുക്ക് ഉറങ്ങാൻ പോകാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ചലഞ്ച് തീരാൻ ഇനി വെറും ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾ സമയം നോക്കിക്കഴിഞ്ഞാൽ 7:45 കണ്ടോ, 7:45 ഗൈസ് ഇപ്പൊ സമയം. അപ്പോ ഇനി 20 മിനിറ്റോടെ കഴിഞ്ഞ്, 20 മിനിറ്റ് ഇല്ല, അപ്പൊ അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നോ വാട്ടർ ചലഞ്ച് ഇൻ 24 hours എന്ന് പറഞ്ഞ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കും. ഇപ്പൊ എണീറ്റ് വന്നേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സമയം കാണിച്ചു കേട്ടോ, 8:05 സമയം. അതായത് നമ്മുടെ ചലഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പൊ വെള്ളം കുടിക്കാത്തതിന്റെ നല്ല രീതിയിൽ പ്രശ്നങ്ങളും കാര്യമില്ല, വയറുവേദന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തെന്നാ നമ്മളെ ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഇതുകൂട്ട് പുതിയ എന്തെങ്കിലും ചലഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റും കൂടെ ചെയ്തേക്കാം.